ഒരു മൾട്ടി കളർ പ്രാണി. അതിന് ഇങ്ങനെ നിറം കിട്ടിയതെങ്ങനെയായിരിക്കും? പരിണാമം അല്ലാതെന്താ? പരിണാമമോ? അത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന തിയറിയല്ലേ? കുരങ്ങിൽ നിന്നും മനുഷ്യനുണ്ടാകുന്നതല്ല പരിണാമം. പക്ഷെ ശരിക്കും എന്താണെന്ന് എനിക്കും അറിയില്ല. ധാരാളം ആളുകൾ ലൂസി പറഞ്ഞ പോലെ കുരങ്ങൻ മനുഷ്യനാകുന്ന തിയറി എന്നാണ് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. സത്യത്തിൽ അത് വളരെ ലളിതമാണ്. ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഞാൻ വളരെ സിമ്പിളായി പരിണാമ സിദ്ധാന്തം പറഞ്ഞുതരാം. പരിണാമ സിദ്ധാന്തത്തെ പറ്റി നിങ്ങൾ ഇതുവരെ കേട്ടതും മനസ്സിലാക്കിയതുമെല്ലാം പൂർണ്ണമായും മനസ്സിൽ നിന്നു കളയുക. ശൂന്യമായ പാത്രത്തിലെ അറിവ് നിറക്കാൻ പറ്റൂ. ആദ്യമായി പോയിന്റ് 1, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന് ഒരു 2000 കൊല്ലം മുൻപെങ്കിലും മനുഷ്യർക്ക് അറിവുള്ള കാര്യമായിരുന്നു. അതിൽ സംശയിക്കാനുള്ള ഒന്നും ഇല്ല. എനിക്ക് അറിയില്ലായിരുന്നു. വെറും നിരീക്ഷണത്തിൽ കൂടി തന്നെ അല്പസ്വല്പം വിവരമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അത്. പരിണാമം, അതായത് ജീവജാലങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്, അവ പതുക്കെ മാറുന്നുണ്ട് എന്നതിൽ ഒരു ചർച്ച പോലും വേണ്ടാത്ത തരത്തിൽ വ്യക്തതയുള്ള കാര്യമാണ്. അതല്ല പരിണാമ സിദ്ധാന്തം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് ഒരു വിശദീകരണം നൽകുക മാത്രമാണ് ഡാർവിൻ ചെയ്തത്. ജീവജാലങ്ങൾ ക്രമേണ മാറുന്നുണ്ട് എന്ന് ഡാർവിൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാം. ഡാർവിന്റെ യാത്രയിൽ ഉടനീളം അടുത്തടുത്തു കിടക്കുന്ന ദ്വീപുകളിൽ ധാരാളം ജീവജാലങ്ങളെ കാണും. സ്വാഭാവികമായും തൊട്ടടുത്ത ദ്വീപിലെ അതിന്റെ സഹോദര ജീവികളുമായി അവയ്ക്ക് പറയത്തക്ക വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. എങ്കിലും അകലേക്ക് പോകും തോറും ആദ്യത്തെ ദ്വീപിലെ അതിന്റെ സഹോദര ജീവികളുമായി ചില ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഉദാഹരണത്തിന് പക്ഷികളുടെ കൊക്കിന്റെ രൂപം അകലെയുള്ള ദ്വീപിൽ ആദ്യത്തെ ദ്വീപിൽ കണ്ടതിനേക്കാൾ അല്പം മാറും. ആഹാര രീതികൾ മാറുന്നു, അങ്ങനെ പലതും. അങ്ങനെ വ്യത്യാസം വന്ന് ആദ്യത്തെ ദ്വീപിലെ പക്ഷിയും അവസാനത്തെ ദ്വീപിലെ പക്ഷിയും ശരിക്കും 2 വ്യത്യസ്ത പക്ഷികളായി മാറിയിരിക്കുന്നു. അവ തമ്മിൽ കണ്ടാൽ മിണ്ടുന്നു കൂടിയില്ല എന്നു കാണും. ദ്വീപുകൾ ഒരു വൃത്താകൃതിയിൽ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആദ്യത്തെ ദ്വീപിൽ കാണുന്ന 2 വ്യത്യസ്ത ജീവികൾ എന്ന് ആദ്യ നോട്ടത്തിൽ കരുതുന്നവ ശരിക്കും ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള ഒരേ ജീവി തന്നെയാണെന്ന് മനസ്സിലാകും. ഇവയെ റിംഗ് സ്പീഷീസ് എന്ന് പറയും. ഇനി പോയിന്റ് 2, പരിണാമ സിദ്ധാന്തം ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന സിദ്ധാന്തമല്ല. അതുകൊണ്ട് ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് തൽക്കാലം ചോദിക്കണ്ട, അത് വേറൊരു വിഷയമാണ്. ആ കഥ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ കഥ പോരട്ടെ. നമ്മുടെ കൺമുന്നിലുള്ള തീർത്തും വ്യത്യസ്തരായി തോന്നുന്ന ജീവജാലങ്ങൾ തമ്മിൽ ഒരു പരസ്പരബന്ധം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഡാർവിൻ മുന്നോട്ടുവച്ചത്. മനുഷ്യൻ എങ്ങനെ കുരങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുപോലുമല്ല. കുരങ്ങ് കൂട്ടത്തിൽ ഒന്നു മാത്രമാണ്. മനുഷ്യൻ കുരങ്ങുമായി മാത്രമല്ല, പന്നി, പോത്ത്, കാക്ക, പൂച്ച തുടങ്ങി ചൊറിയൻ പുഴുവും തേരട്ടയും നെല്ലും പുല്ലും തക്കാളിയും വഴുതിനങ്ങയും ഒക്കെയുമായി ബന്ധമുള്ള ജീവിയാണ്. ജീവജാലങ്ങളെല്ലാം തന്നെ, ചെടികളും ബാക്ടീരിയയും അടക്കം ഇങ്ങനെ പരസ്പരബന്ധമുള്ളതുകൊണ്ടാണ് കീടനാശിനി കുടിച്ചാൽ നമ്മൾ ചാകുന്നത്. കീടങ്ങളുടെയും നമ്മുടെയും പല രാസപ്രവർത്തനങ്ങളും ഒരേപോലെയാണ്. മൃഗങ്ങളിൽ മരുന്നു പരീക്ഷണം നടത്താനും മൃഗങ്ങളെ ഉപയോഗിച്ച് വാക്സിനുകളും മരുന്നുകളും ഉണ്ടാക്കാനും അവയുടെ അവയവങ്ങൾ മനുഷ്യനു വച്ചു പിടിപ്പിക്കാനും പറ്റുന്നത് അവയ്ക്കും നമുക്കും പൊതുവായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ്. ഈ പരിണാമത്തിൽ എന്തിനു വിശ്വസിക്കണം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. സയൻസ് ആരും വിശ്വസിക്കുകയല്ല, അത് അംഗീകരിക്കുകയാണ്. പരിണാമം അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പരിണാമം മനുഷ്യരിൽ മാത്രം നടക്കുന്നതല്ല, എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്നതാണ്. പരിണാമത്തെ അംഗീകരിക്കാനുള്ള ഒരു പ്രധാന വൈഷമ്യം മനുഷ്യന്റെ സവിശേഷ ബുദ്ധി എന്തോ വലിയ കാര്യമാണെന്ന ഒരു തെറ്റിദ്ധാരണയാണ്. പുല്ലും ചെടിയും പട്ടിയും പൂച്ചയുമൊക്കെ പരിണാമത്തിലൂടെ ഉണ്ടാകുന്നു എന്ന് സമ്മതിച്ചാലും സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങനെ ചുമ്മാ ഉണ്ടാകില്ല എന്നു കരുതുന്നവർ ധാരാളമുണ്ട്. മനുഷ്യൻ എന്താ സീബ്രയുടെ പോലെ വരയില്ലാത്തത്, സിംഹത്തെപ്പോലെ ജടയില്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്ന പോലെയേ ഉള്ളൂ ഇത്. അവയ്ക്ക് ജീവിക്കാൻ അതൊക്കെ ആവശ്യമായ പോലെ മനുഷ്യന് ജീവിക്കാൻ വലിയ മസ്തിഷ്കവും സവിശേഷ ബുദ്ധിയും വേണ്ടിവരുന്നു. അത്രയേ ഉള്ളൂ. ജൈവലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സവിശേഷ ബുദ്ധിക്ക് സിംഹത്തിന്റെ ജടയുടെ പ്രാധാന്യമേ ഉള്ളൂ. സിംഹത്തിനോട് ചോദിച്ചാൽ ജടയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയും. ഞണ്ടിനോട് ചോദിച്ചാൽ അതിന്റെ ഇറുക്കുന്ന കൈയാണ് ലോകത്തിൽ ഏറ്റവും മഹത്തരം എന്ന് പറയും. പരിണാമത്തെ വേറൊരു ആംഗിളിൽ കാണാൻ നല്ലൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ദൂരയാത്രയ്ക്ക് നിൽക്കൂ. ബസ് കാലിയാണ്. നിങ്ങൾ ഏതു സീറ്റിൽ ഇരിക്കും? തീർച്ചയായും വെയിലേൽക്കാത്ത, ബസിന്റെ നടുവിൽ കുലുക്കം കുറവുള്ള, കീറിപ്പറിയാത്ത നല്ലൊരു സൈഡ് സീറ്റിൽ അല്ലേ? തുടർന്ന് കയറുന്നവരും നല്ല സീറ്റുകൾ കൈവശപ്പെടുത്തും. ബസ് നിറയാൻ തുടങ്ങുമ്പോൾ ബസിന്റെ പിൻഡേറിന് മുകളിലുള്ള സീറ്റ്, പുറകിലെ നീണ്ട സീറ്റ്, ഇവയിലൊക്കെ ആളുവരും. ഏറ്റവും അവസാനം ആളിരിക്കുന്നത് പുറകിലെ നീണ്ട സീറ്റിൽ ഏറ്റവും നടുവിലായിരിക്കും. ഇരിക്കാൻ ഏറ്റവും അസൗകര്യമുള്ള, ബസ് ബ്രേക്കിട്ടാൽ വീഴാനൊക്കെ സാധ്യതയുള്ള സീറ്റ്. ആ സീറ്റ് അയാൾ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതല്ല, അയാൾ അവസാനം വന്നതുകൊണ്ട് നിവൃത്തിയില്ലാതെ അവിടെ ഇരിക്കുന്നതാണ്. അതുപോലെയാണ് മനുഷ്യന്റെ കാര്യം. മനുഷ്യന് വരുമ്പോഴേക്കും നല്ല സീറ്റുകൾ മറ്റു ജീവികൾ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു.
അങ്ങനെ വൈകി വന്ന നമ്മൾക്ക് കിട്ടിയ മോശം സീറ്റാണ് സത്യത്തിൽ ഈ വലിയ തലച്ചോറ്. ആ സീറ്റ് കിട്ടിയവന് അതാണ് ഏറ്റവും നല്ല സീറ്റ് എന്ന് വാദിച്ചാലോ? വലിയ തലച്ചോർ സത്യത്തിൽ വലിയൊരു ബാധ്യതയാണ്. നമ്മുടെ ഊർജ്ജത്തിന്റെ 20% ചിലവാക്കുന്നത് വെറും 2% മാത്രമുള്ള തലച്ചോറിനു വേണ്ടിയാണ്. നമുക്ക് പക്ഷേ അതില്ലാതെ പറ്റുന്നില്ല. മറ്റു ജീവികൾക്ക് അതില്ലാതെ തന്നെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ജീനുകൾ അടുത്ത തലമുറയിലേക്കു കൈമാറാൻ വലിയ തലച്ചോറൊന്നും വേണ്ട. ഇന്നുവരെ ജീവിച്ചു മരിച്ച സകല ജീവജാതികളും തെളിയിക്കുന്നത് അതാണ്. നമുക്ക് നിവൃത്തിയില്ലാതെ കൊണ്ടു നടക്കേണ്ടി വരുന്ന ഒന്നാണ് വലിയ മസ്തിഷ്കം. ലോകത്തുള്ള മനുഷ്യരെല്ലാം പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷരായി എന്നു കരുതുക. ഇനിയൊരിക്കലും മനുഷ്യനോളം സവിശേഷ ബുദ്ധിയുള്ള ഒരു ജീവി പരിണമിച്ചു ഉണ്ടാകണമെന്നില്ല. ഇനി വേറൊരു ഉപമയിലൂടെ പരിണാമം അവതരിപ്പിക്കുകയാണ്. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നീളുന്ന ഒരു മനുഷ്യച്ചങ്ങൽ സങ്കൽപ്പിക്കുക. ആളുകൾ ഇങ്ങനെ കൈകോർത്ത് നിരന്നു നിൽക്കുകയാണ്. ഓരോരുത്തരും അവരുടെ ഇടത്തും വലത്തും നിൽക്കുന്നവരുമായി കുശലം പറയുന്നു. മംഗലാപുരത്ത് നിൽക്കുന്ന ആദ്യത്തെ ആൾ കന്നഡ ഭാഷയിൽ രണ്ടാമനോട് കുശലം ചോദിക്കുന്നു. അയാൾ മൂന്നാമനോട് കുശലം ചോദിക്കുന്നു. അങ്ങനെ സംസാരിച്ചു പോകും തോറും ഇവരുടെ ഭാഷ മാറി വരുന്നതായി കാണാം. കാസർഗോഡിനോട് അടുക്കുമ്പോൾ ഉച്ചാരണം മാറും. കന്നഡത്തിലെ ചില വാക്കുകൾക്ക് പകരം മലയാളത്തിലെ ചില വാക്കുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. വീണ്ടും അവിടുന്ന് കണ്ണൂരോ കോഴിക്കോടോ ഒക്കെ എത്തുമ്പോൾ കന്നഡ മിക്കവാറും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. മിക്കവാറും എല്ലാ വാക്കുകളും മലയാളമായി മാറിയിരിക്കും. വാക്കുകളുടെ ഉച്ചാരണവും വാക്കുകളുടെ അർത്ഥങ്ങളും മാറിയിരിക്കും. അങ്ങനെ മലപ്പുറം ഭാഷ, തൃശൂർ ഭാഷ, പിന്നെ എറണാകുളം, കോട്ടയം ഒക്കെ കടന്നു ഉച്ചാരണ ഭേദങ്ങളും അർത്ഥഭേദങ്ങളും കേട്ട് തിരുവനന്തപുരം എത്താറാകുമ്പോൾ അതുവരെ കേൾക്കാത്ത പുതിയ ചില വാക്കുകളും ഉച്ചാരണവും കേട്ടു തുടങ്ങും. തമിഴ് ഭാഷയുടെ അങ്ങനെ തിരുവനന്തപുരവും കടന്നു കന്യാകുമാരി എത്തുമ്പോൾ മലയാളം മിക്കവാറും അപ്രത്യക്ഷമായി അവർ പരസ്പരം സംസാരിക്കുന്ന ഭാഷ തമിഴ് ആയി മാറിയിരിക്കും. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ തൊട്ട് അടുത്തുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് ശ്രദ്ധിക്കുക. മംഗലാപുരംകാരന് അടുത്തുള്ള ആളുകൾ പറയുന്നത് മുഴുവൻ മനസ്സിലാകും. എന്നാൽ അയാൾ കാസർഗോഡോ കണ്ണൂരോ എത്തിയാൽ അവർക്ക് പരസ്പരം പറയുന്നത് തിരിയാതായി തുടങ്ങും. മലപ്പുറംകാരനോ തൃശൂർക്കാരനോ പറയുന്നത് ഒരക്ഷരം മംഗലാപുരംകാരൻ മനസ്സിലാകില്ല, നേരെ തിരിച്ചു. അതുപോലെ തന്നെ കന്യാകുമാരിയിലെ തമിഴനും. എല്ലാവർക്കും അടുത്തുള്ളവർ പറയുന്നത് തിരിയുമെങ്കിലും കൂടുതൽ ദൂരേക്ക് പോകും തോറും അവരുടെ ഭാഷയും സംസാരശൈലിയും പരസ്പരം മനസ്സിലാകുന്നില്ല എന്ന് ബോധ്യപ്പെടും. ഇനി നമുക്ക് പരിണാമത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ 3 വ്യത്യസ്ത ഭാഷകൾ കണ്ടു: കന്നഡ, മലയാളം, തമിഴ്. ഇതിൽ ഒരു ഭാഷ അവസാനിച്ചത് ഏത് ആളിലാണ്, പുതിയ ഭാഷ തുടങ്ങിയത് ഏത് ആളിലാണ് എന്നൊന്നും വ്യക്തമല്ല. വളരെ അവ്യക്തമായ ഒരു അതിർത്തി നിർണ്ണയിക്കാനേ കഴിയും. എല്ലാവർക്കും അവരുടെ അടുത്തുള്ളവർ പറയുന്നത് മനസ്സിലാകുമെങ്കിലും ദൂരം കൂടും തോറും ഭാഷ വ്യത്യസ്തമാകുന്നു. ഈ 3 ഭാഷകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങല കണ്ണി മുറിയാതെ ഉണ്ടെങ്കിലും 3 വ്യത്യസ്ത ഭാഷകളായാണ് നമ്മൾ കരുതുന്നത്. പരസ്പരം മനസ്സിലാക്കാൻ ആകില്ല. ഈ 3 ഭാഷകൾ 3 സ്പീഷീസുകളായി കരുതുക. ഒരു സ്പീഷീസ് എവിടെ വച്ചാണ് മറ്റൊരു സ്പീഷീസ് ആകുന്നതെന്ന് പറയാനാകില്ല. എന്നാൽ വ്യത്യസ്ത സ്പീഷീസുകൾ ഉണ്ട് താനും. അതുപോലെ തന്നെയാണ് പരിണാമവും. ഭാഷകളെപ്പോലെ തന്നെ ജീവജാലങ്ങളിലെ സ്പീഷീസുകൾ തമ്മിലും അങ്ങനെ വ്യക്തമായ അതിർത്തി ഒന്നുമില്ല. ഒരു കന്നഡികനും മലയാളിക്കും തമിഴനും ഇപ്പോൾ പരസ്പരം സംസാരിക്കാനാകില്ലെങ്കിലും ഇവരെ 3 പേരെയും ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ പരസ്പരം സംസാരിക്കാൻ പറ്റും. ജൈവ പരിണാമവും അത്രയേ ചെയ്യുന്നുള്ളൂ. കുരങ്ങനും മനുഷ്യനും വ്യത്യസ്ത ജീവികളാണ് എന്ന് നമുക്കറിയാം. എന്നാലും ഇവർ തമ്മിൽ, ശരിക്കും പറഞ്ഞാൽ എല്ലാ ജീവികളും തമ്മിൽ, കണ്ണി മുറിയാത്ത ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അതായത് കുരങ്ങൻ ഒറ്റയടിക്ക് മനുഷ്യനാകുകയല്ല ചെയ്യുന്നത്. കന്നഡ ഒറ്റയടിക്ക് മലയാളം ആകാത്ത പോലെ, മലയാളം ഒറ്റയടിക്ക് തമിഴ് ആകാത്ത പോലെ. ഇവരുടെ ഇടയിൽ ഇതേ ഭാഷകളുടെ തീരെ ചെറിയ എന്ന് പറയാവുന്ന വകഭേദങ്ങൾ സംസാരിക്കുന്ന നമ്മൾ കാണാത്ത ധാരാളം ആളുകളുണ്ട്. ജൈവ പരിണാമത്തിലെ ഈ ചങ്ങലയിലെ ആ കണ്ണികൾ പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പൂർവികരാണ് എന്നതാണ് വ്യത്യാസം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാകാൻ വേറൊരു ഉപമ കൂടി പറയാം. വീണ്ടും ഒരു മനുഷ്യച്ചങ്ങലയുടെ ഉപമ തന്നെയാണ്. ഇത്തവണ ചങ്ങല നമ്മുടെ ഭൂതകാലത്തിലേക്ക് നീളുന്നതാണ്. ഈ ചങ്ങലയിൽ നിങ്ങൾ, നിങ്ങളുടെ അച്ഛൻ, മുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ, അങ്ങനെ മുൻതലമുറയിലെ ആളുകൾ ഒരു 2000 വർഷം പുറകിലേക്ക് നീളുന്നതായി സങ്കൽപ്പിക്കുക. 100 വർഷം കൊണ്ട് 5 തലമുറ ഉണ്ടാകും എന്ന് കണക്കാക്കിയാൽ ഏകദേശം 100 തലമുറയിലെ മൂത്താപ്പമാർ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. നേരത്തെ കണ്ട ചങ്ങലയിലെ പോലെ ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോടും മുത്തച്ഛനോടും ഒക്കെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും. എന്നാൽ ആ അവസാനത്തെ മൂത്താപ്പ സംസാരിക്കുന്ന ഭാഷ എന്തായിരിക്കും? 2000 വർഷം എന്ന് പറയുമ്പോൾ സംഘകാലഘട്ടമാണ്. പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുള്ള അകനാനൂർ, പുറനാനൂർ മുതലായ കൃതികളിലെ ഭാഷ. ഉദാഹരണത്തിന് അതിലെ ഒരു വരി പറയാം: ഒരു കുടിപ്പിറந்த പല്ലോരുള്ളും മൂത്തവന് വരുക എന്നാതു അവരുൾ അറിവുടയോനാറു അർച്ചും ചെല്ലും. വല്ലതും മനസ്സിലായോ? എന്നാൽ ഈ ഭാഷ സംസാരിച്ചിരുന്ന ആ മൂത്താപ്പയുടെ മകൻ ഇത് മനസ്സിലാകും.
അദ്ദേഹത്തിന്റെ മകനും. അവിടുന്ന് ഇങ്ങോട്ട് വരും തോറും ഈ ഭാഷ പതുക്കെ മാറിത്തുടങ്ങും. വഴിയിൽ എവിടെയോ വെച്ച് ആ ഭാഷ മലയാളം എന്ന പേര് സ്വീകരിക്കും. കൃത്യമായി ഏത് ആൾ മുതലാണ് ആ പഴയ തമിഴ് മാറി മലയാളമായത് എന്ന് പറയാനാകില്ല. അതായത് ആ ഭാഷ സംസാരിച്ചിരുന്ന ഒരു മൂത്താപ്പയും മലയാളം സംസാരിക്കുന്ന നിങ്ങളും തമ്മിൽ കണ്ണിമുറിയാത്ത ഒരു ചെങ്ങല ഉണ്ടെങ്കിലും നിങ്ങൾക്കും ആ മൂത്താപ്പക്കും പരസ്പരം സംസാരിക്കാനാകില്ല. ഭാഷ ആകെ മാറിപ്പോയിരിക്കുന്നു. ഇവിടെ ആ പഴയ തമിഴും മലയാളവും രണ്ട് വ്യത്യസ്ത ജീവിവർഗങ്ങൾ പോലെയാണ്. രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണികൾ ഇടമുറിയാതെ ഉണ്ടെങ്കിലും രണ്ടും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല, പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇനി സ്പീഷീസുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഈ മൂത്താപ്പക്ക് 2 മക്കളുണ്ട് എന്ന് കരുതുക. ഒരു അനിയൻ ബാവയും ചേട്ടൻ ബാവയും. ഇതിൽ അനിയൻ ബാവ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ചേട്ടന് ബാവ നാടുവിട്ട് ദൂരെ വല്ല മധുരയിലോ മറ്റോ താമസിക്കുന്നു എന്നും കരുതുക. ഇനി ഇവരും ഇവരുടെ താവഴികളും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടുന്നില്ല എന്നും കരുതുക. നിങ്ങൾ അനിയന് ബാവയുടെ താവഴിയിൽപ്പെട്ട ആളാണ്. 2000 വർഷങ്ങൾക്കു ശേഷം നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ചേട്ടൻ ബാവയുടെ താവഴിയിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ സഹോദരന്മാരും സംസാരിക്കുന്നത് ഒരേ ഭാഷയായിരിക്കുമോ? നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല എന്ന് വ്യക്തമാണ്. എന്നാൽ നിങ്ങൾ രണ്ടുപേരെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇടമുറിയാത്ത ഒരു ചങ്ങലയുണ്ട്. പുറകോട്ട് പോയി അനിയൻ ബാവ പഴയ മൂത്താപ്പ വഴി ചേട്ടൻ ബാവ വഴി മുന്നോട്ട് വന്ന് മധുരയിലെ നിങ്ങളുടെ ആകുന്ന സഹോദരനിൽ എത്തുന്ന ഒരു മനുഷ്യച്ചങ്ങൽ സങ്കല്പിക്കാം. ഇവർക്കെല്ലാം അവരുടെ അടുത്ത് നിൽക്കുന്ന അവരുടെ തലമുറകളുമായി പരസ്പരം സംസാരിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾക്കും ആ സഹോദരനും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്, ആ സഹോദരൻ സംസാരിക്കുന്ന ഭാഷ തമിഴ്. എങ്കിലും നിങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പഴയ ആ തമിഴ് സംസാരിച്ചിരുന്ന ഒരു മൂത്താപ്പയുണ്ട്. മലയാളവും തമിഴും 2 വ്യത്യസ്ത ഭാഷകളാണെങ്കിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. മലയാളത്തിന്റെയും തമിഴിന്റെയും പൊതുപൂർവികനായ ആ പഴയ തമിഴ് എന്ന് പറയാം. തമിഴിൽ നിന്നല്ല മലയാളം ഉണ്ടായത്. പക്ഷേ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇല്ലാത്ത ആ ഒരു ഭാഷ ഉണ്ടായിരുന്നു. മലയാളവും തമിഴും പോലെയാണ് മനുഷ്യനും ചിമ്പാൻസിയും. തമിഴിൽ നിന്നല്ല മലയാളം ഉണ്ടായത് എന്ന പോലെ ചിമ്പാൻസിയിൽ നിന്നല്ല മനുഷ്യനും ഉണ്ടായത്. അതല്ല പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഇപ്പോഴുള്ള ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ ബന്ധമൊന്നും ഇല്ലെങ്കിലും മനുഷ്യനെയും ചിമ്പാൻസിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മൂത്താപ്പ പണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. കുരങ്ങന്റെ മക്കളാണ് മനുഷ്യർ എന്നല്ല പരിണാമ സിദ്ധാന്തം പറയുന്നത്. കുരങ്ങനും മനുഷ്യനും പണ്ടെങ്ങോ ജീവിച്ചിരുന്ന ആ മൂത്താപ്പ വഴി സഹോദരന്റെ മക്കളാണ് എന്നാണ്. കുരങ്ങനും മനുഷ്യനും തമ്മിൽ പിതാപുത്ര ബന്ധമല്ല ഉള്ളത്, സഹോദര ബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ കസിൻസ്. മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല ഉണ്ടായതെങ്കിലും ആ പൊതുപൂർവികനെ കുരങ്ങ് എന്ന് വിളിച്ചുകൂടെ എന്ന് ചോദിക്കാം. ആ മൂത്താപ്പ എത്രത്തോളം കുരങ്ങാണോ അത്രത്തോളം തന്നെ മനുഷ്യനുമാണ്. 2 പേരിലേക്കും ഉള്ളത് തുല്യ ദൂരമാണ്. കുരങ്ങിനോട് ചോദിച്ചാൽ അവരുടെ പൊതുപൂർവികൻ മനുഷ്യനായിരുന്നു എന്നവർ പറയും. അത്രയേ ഉള്ളൂ ഇതൊക്കെ. ഇനി മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും പൊതുപൂർവികനായ ആ മൂത്താപ്പ എന്നാണ് ജീവിച്ചിരുന്നതെന്ന് നോക്കാം. ആ മനുഷ്യച്ചങ്ങലയിൽ പക്ഷേ 100ഓ 1000ഓ ആളുകളൊന്നുമല്ല ഉള്ളത്. ആ മൂത്താപ്പയെ കാണണമെങ്കിൽ 70 ലക്ഷം വർഷം പുറകോട്ട് പോകണം. 100 വർഷം കൊണ്ട് 5 തലമുറ ഉണ്ടാകും എന്ന് കണക്കാക്കിയാൽ ഈ ചെങ്ങലയിൽ ഏകദേശം 3.5 കോടി ആളുകൾ ഉണ്ടാകും. അത്ര വലിയ മനുഷ്യ ചെങ്ങല സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അവരുടെ ഫോട്ടോകൾ അടുക്കി വയ്ക്കുന്നതായി സങ്കല്പിക്കാം. നിങ്ങളുടെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കുക. അതിന്റെ പുറകിൽ പിതാവിന്റെ ഫോട്ടോ, അതിന്റെയും പുറകിൽ നിങ്ങളുടെ മുത്തച്ഛന്റെ ഫോട്ടോ, അങ്ങനെ നിങ്ങളുടെ മുതുമുത്തച്ഛന്റെയും മുതുമുതുമുത്തച്ഛന്മാരുടെയും ഫോട്ടോകൾ. ഈ വരിയുടെ അവസാനം ഇന്നത്തെ മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും പൊതുപൂർവികനായ ആ മൂത്താപ്പ. ഇതിന് എത്ര നീളമുണ്ടാകും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു ഫോട്ടോക്ക് 1 മില്ലിമീറ്റർ കനം എന്ന് കരുതിയാൽ ഈ ഫോട്ടോ ചങ്ങലയ്ക്ക് ഏതാണ്ട് 5 കിലോമീറ്ററോളം നീളമുണ്ടാകും. അവിടെ നിന്നും കിലോമീറ്ററുകൾ പുറകോട്ട് പോയാൽ മനുഷ്യന്റെയും പ്രിമേറ്റുകളുടെയും മൂത്താപ്പയുടെ ചിത്രം കാണാം. പിന്നെയും പുറകോട്ട് പോയാൽ സസ്തനികളുടെയും നമ്മുടെയും പൊതുവായ ആ മൂത്താപ്പയെ കാണാം. അങ്ങനെ അവിടെ നിന്നും 100 കണക്കിന് കിലോമീറ്ററുകൾ പുറകോട്ട് നടന്നാൽ നമ്മുടെ ആദിമ മൂത്താപ്പയായിരുന്ന ഏകകോശ ജീവിയുടെ ഫോട്ടോ കാണാം. പരിണാമ സിദ്ധാന്തം ജൈവ ലോകത്തെ മാത്രം ബാധിക്കുന്ന സിദ്ധാന്തമല്ല, അതൊരു സാർവത്രിക നിയമമാണ്. ഗുരുത്വാകർഷണ സിദ്ധാന്തം ആപ്പിൾ താഴേക്ക് വീഴുന്നത് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് എന്ന് പറയുന്നത്ര മണ്ടത്തരമാണ് പരിണാമ സിദ്ധാന്തം മനുഷ്യ പരിണാമത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് എന്ന് പറയുന്നത്. അത് അതിനേക്കാളൊക്കെ വിശാലമായ സാധ്യതകളുള്ള ഒന്നാണ്. ആപ്പിൾ താഴേക്ക് വീഴുന്ന സിദ്ധാന്തം ഉപയോഗിച്ച് തന്നെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പ്രതിഭാസവും വിശദീകരിക്കുന്നത്. ആപ്പിൾ തലയിൽ വീഴുന്ന അതേ തത്വം തന്നെയാണ് കോടാനുകോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഒരു നക്ഷത്രത്തിനു ചുറ്റും അതിന്റെ ഒരു ഗ്രഹം കറങ്ങുന്നത് വിശദീകരിക്കാനും ഉപയോഗിക്കുന്നത്. പരിണാമ സിദ്ധാന്തം ഒരു സാർവത്രിക നിയമമാണ്. സബ്സ്ട്രേറ്റ് ന്യൂട്രൽ എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ഇടത്തു മാത്രം പ്രഭാവമുള്ള ഒരു സിദ്ധാന്തമല്ല അത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തുവരുന്ന എല്ലായിടത്തും അതിന് പ്രഭാവം ഉണ്ടാകും.
ഡാനിയൽ ഡെന്നറ്റ് എന്ന തത്വചിന്തകന് പരിണാമ സിദ്ധാന്തത്തെ യൂണിവേഴ്സൽ ആസിഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തൊടുന്നതെല്ലാം ദ്രവിപ്പിക്കുന്ന, അത് വച്ചിരിക്കുന്ന കുപ്പി പോലും ദ്രവിപ്പിക്കുന്ന ആസിഡ്. 100% കൃത്യതയില്ലാതെ പകർപ്പുകൾ ഉണ്ടാകുന്ന എവിടെയും ഡാർവിന്റെ സിദ്ധാന്തം പ്രബലമാണ്. 3 കണ്ടീഷൻസ് മാത്രം. 1. പകർപ്പുകൾ ഉണ്ടാകണം. 2. ആ പകർപ്പുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വേണം, അതായത് മ്യൂട്ടേഷൻ. 3. അതിന്റെ ഫലമായി പകർപ്പുകളുടെ അതിജീവൻ സാധ്യതയിൽ വ്യത്യാസം ഉണ്ടാകണം. എങ്കിൽ അവിടെ ഡാർവിന്റെ സിദ്ധാന്തം പ്രവർത്തിച്ചിരിക്കും. കാര്യം പരമാവധി ലളിതമാക്കുക എന്ന ഉദ്ദേശത്തിൽ ഞാൻ മനുഷ്യന്റെയും ചിമ്പാൻസിയുടെയും പൊതുപൂർവികൻ എന്ന് പറയാവുന്ന മൂത്താപ്പ അഥവാ മൂത്താപ്പമാരെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ 2 താവഴികളും ഇപ്പോൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. ചിമ്പാൻസികൾ അതിനിടയിൽ 2 താവഴികളായി പിരിഞ്ഞിട്ടുണ്ട്. അതായത് 2 തരം ചിമ്പാൻസികൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. മനുഷ്യൻ ഒരു താവഴി. അത് വേണമെങ്കിൽ കണക്കിലെ ഒരു കളിയാണ് എന്ന് പറയാം. നമ്മൾ നമുക്ക് മാത്രമായി ഹോമോ എന്ന പേരിൽ ഒരു ജീനസും സാപ്പിയൻസ് എന്ന പേരിൽ ഒരു സ്പീഷീസും സൃഷ്ടിച്ചു. ഹോമോ എന്ന ജീനസിൽ മനുഷ്യനെ കൂടാതെ ഇന്നു ജീവിച്ചിരിക്കുന്ന മറ്റൊരു ജീവിയെയും നമ്മൾ കൂട്ടിയിട്ടില്ല. ഹോമോയിൽ കൂട്ടുന്നത് ഫോസിലായി പോയ നമ്മുടെ പൂർവികരെ മാത്രമാണ്. മനുഷ്യനെ ശരിക്കും ചിമ്പാൻസികളുടെ പാൻ എന്ന ജീനസിൽ പെട്ട 3ാമത്തെ ഒരു സ്പീഷീസായാണ് കണക്ക് കൂട്ടേണ്ടതെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അഥവാ 2 ചിമ്പാൻസി സ്പീഷീസുകളും ഹോമോ ജീനസിൽ പെട്ട 2 സ്പീഷീസുകളാണ് എന്നും പറയാം. ഒരു അന്യഗ്രഹ ജീവി ഭൂമിയിൽ വന്ന് ഇവിടെയുള്ള ജീവജാലങ്ങളെ വർഗീകരിച്ചാൽ മനുഷ്യരെയും ചിമ്പാൻസികളെയും മിക്കവാറും ഒരേ ജീവികളുടെ വ്യത്യസ്ത രൂപങ്ങളായിരിക്കും പരിഗണിക്കുക. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനുഷ്യവർഗം, കുരങ്ങുവർഗം അങ്ങനെ കൃത്യമായി വേർതിരിക്കുന്നതിൽ വലിയ കഥയില്ലെന്നും കുറെയൊക്കെ അത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനായി അങ്ങനെ പേരിട്ട് വിഭജിക്കുന്നതാണ് എന്നും മനസ്സിലായില്ലേ? ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രജ്ഞരുടെ ഇടയിൽ 2 വീക്ഷണങ്ങളുണ്ട്. ഒരു വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അടിസ്ഥാന നിയമങ്ങൾ പ്രകാരം ജീവൻ ഉണ്ടായേ തീരൂ എന്നാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുന്ന പോലെ സ്വാഭാവികമായ ഒന്നാണ് വളരെ സങ്കീർണമായ ചില തന്മാത്രകൾ കൂടിച്ചേരുമ്പോൾ ജീവൻ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്ന് അറിയില്ലെങ്കിലും അത് വളരെ സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണ് എന്ന് ഇവർ കരുതുന്നു. ഈ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കാൻ അനുയോജ്യമായ മറ്റു ഗ്രഹങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവൻ ഉണ്ടാകും എന്ന് ഇവർ അനുമാനിക്കുന്നു. 2ാമത്തെ കൂട്ടർ ഈ സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകാൻ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും അടിസ്ഥാന നിയമങ്ങൾ മാത്രം പോരാ, അത്ര സാധാരണമല്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി ഒത്തുവരണം എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതായത് കുറച്ചു ഭാഗ്യവും കൂടി വേണം എന്ന അഭിപ്രായക്കാർ. അതുകൊണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാൻ അത്ര സാധ്യത ഇല്ല എന്ന് കരുതുന്നവരാണ് ഈ കൂട്ടർ. 2 കൂട്ടരും ഇതിൽ ദൈവത്തെ കൂട്ടിത്തൊടുവിക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവൻ എങ്ങനെ ഉണ്ടായി എന്നാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ അത് ആരുണ്ടാക്കി എന്നല്ല. പരിണാമ സിദ്ധാന്തം തെളിയിക്കാൻ സാധ്യമല്ല എന്ന് കരുതുന്നവരാണ് സൃഷ്ടിവാദികൾ. പക്ഷേ തെളിയിക്കുക എന്നതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാൽ വെള്ളമുണ്ടാകും എന്ന് തെളിയിക്കുന്നത് പോലെയല്ല ഒരു കൊലപാതകം തെളിയിക്കുന്നത്. ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാൽ വെള്ളമുണ്ടാകും എന്ന് തെളിയിക്കുന്ന രീതിയിൽ പരിണാമം തെളിയിക്കാനാകില്ല. എന്നാൽ കുറേയേറെ തെളിവുകൾ നിരത്തി ഇന്നാളല്ലാതെ വേറൊരാളല്ല കൊലപാതകം നടത്തിയത് എന്ന് സ്ഥാപിക്കാനാകുന്ന പോലെ ജൈവലോകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ പരിണാമം അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല എന്ന് വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. 100% കൃത്യതയുള്ള പകർപ്പ് ഇല്ലാത്തിടത്തൊക്കെ പരിണാമം സംഭവിക്കും. ഭാഷ 100% കൃത്യതയോടെയല്ല അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. ഉച്ചാരണഭേദം, അർത്ഥഭേദം, പുതിയ വാക്കുകൾ മുതലായവകൾ കൊണ്ടാണ് ഭാഷയിൽ പരിണാമം സംഭവിക്കുന്നത്. അതുപോലെ മാതാപിതാക്കളുടെ തനിപ്പകർപ്പല്ല അവരുടെ സന്താനങ്ങൾ എന്നതുകൊണ്ടാണ് ജൈവലോകത്ത് പരിണാമം സംഭവിക്കുന്നത്. ഓരോ തലമുറയിലും ഇങ്ങനെ സംഭവിക്കുന്ന കൃത്യതയില്ലായ്മയെ ബയോളജിയിൽ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓരോ തലമുറയും മുൻ തലമുറയിൽ നിന്ന് ചെറിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വ്യത്യാസം കാലം ചെല്ലും തോറും കൂടുതൽ പ്രകടമായി വരികയും കുറേയേറെ കാലം അങ്ങനെ തുടർന്നാൽ അത് അവഗണിക്കാനാകാത്ത വിധം വലിയ വ്യത്യാസമായി മാറുകയും ചെയ്യും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. പരിണാമം മനുഷ്യനിൽ അവസാനിക്കുന്നതല്ല. മനുഷ്യൻ പരിണാമത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. ഒരു 100 തലമുറയ്ക്ക് ശേഷമുള്ള നമ്മുടെ കൊച്ചുമക്കൾ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകില്ല. അവർക്കും നമുക്കും ഇടയിലുള്ള എല്ലാവർക്കും പരസ്പരം മനസ്സിലാകുമെങ്കിൽ അന്ന് അവരുടെ ഭാഷ മലയാളം എന്നുപോലുമായിരിക്കില്ല അറിയപ്പെടുന്നത്. 1-2 ലക്ഷം വർഷം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ പരിണാമം സംഭവിച്ച നമ്മുടെ കൊച്ചുമക്കളെ കാണാം. ഇന്നത്തെ നമ്മളുമായി അവർ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് ഉറപ്പാണ്. ഇന്നത്തെ മനുഷ്യന്റെ രൂപമായിരിക്കില്ല അന്ന്. ഇപ്പോഴുള്ള മനുഷ്യർ പരസ്പരം ബന്ധപ്പെടാതെ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തേക്ക് നമ്മൾ പല സ്പീഷീസുകളായി പോലും പിരിഞ്ഞിരിക്കും. ഇന്നത്തെ മനുഷ്യർ അവരുടെ പൊതുപൂർവികൻ എന്ന സ്ഥാനത്താകും എന്നർത്ഥം. അതൊരു പ്രധാന പോയിന്റാണ്. ഇന്നുള്ള ഏതു സ്പീഷീസും ഭാവിയിൽ വേറെ ഏതെങ്കിലും സ്പീഷീസുകളുടെ പൊതുപൂർവികനായി മാറാം. സൃഷ്ടിവാദികൾ എടുത്തു വീശുന്ന തെറ്റിദ്ധാരണാജനകമായ ഒരു വാക്കാണ് മിസ്സിംഗ് ലിങ്ക്. സത്യത്തിൽ മിസ്സിംഗ് ലിങ്ക് എന്നൊന്നില്ല. ഇതുവരെ ജീവിച്ചു മരിച്ച എല്ലാവരും ആരുടെയെങ്കിലുമൊക്കെ മിസ്സിംഗ് ലിങ്കുകളാണ്.
പരിണാമം സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുണ്ട്, അതിനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നു വ്യക്തമായ സ്ഥിതിക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. നാച്ചുറൽ സെലക്ഷൻ വഴിയാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഡാർവിൻ മുന്നോട്ടുവച്ച അഭിപ്രായം. പ്രകൃതി നിർദ്ധാരണം എന്നാണ് മലയാളത്തിൽ ഇതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്, എങ്കിലും ശരിക്കും അതിനെ സ്വാഭാവിക നിർദ്ധാരണം എന്നാണ് വിളിക്കേണ്ടത്. പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ട് മനുഷ്യൻ നടത്തുന്നതാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ അഥവാ കൃത്രിമ നിർദ്ധാരണം. അതിന്റെ വിപരീതമായാണ് ഡാർവിന് നാച്ചുറൽ സെലക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്. അത് പ്രകൃതി നിർദ്ധാരണമല്ല, പ്രകൃതി നടത്തുന്ന നിർദ്ധാരണം അഥവാ തിരഞ്ഞെടുപ്പല്ല അത്. ആരുടെയും ഇടപെടൽ ഇല്ലാതെ സ്വാഭാവികമായി നടക്കുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. ആരും പ്രത്യേകിച്ച് ഉദ്ദേശിക്കാതെ ഭാഷാ പരിണാമം നടക്കുന്നതുപോലെ ഒരു ശക്തിയുടെയും പിൻബലമില്ലാതെ നടക്കുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ. എല്ലാ ജീവികളും വേറെ കുറെ ജീവികൾ ചേർന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് പരിണാമം മനസ്സിലായി എന്ന് പറയാം. മനുഷ്യൻ 99% ചിമ്പാൻസിയാണ്, 90% ചുണ്ടലിയാണ്, 50% വാഴപ്പഴവുമാണ്. മനുഷ്യനും വാഴപ്പഴവും 50%-ഓളം ജീനുകൾ പങ്കിടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ, ഇതൊന്നും ആരും അറിയാതിരിക്കണേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ വിശ്വാസിയാണ്. ലോകം നിങ്ങളെ കടന്നു മുന്നോട്ട് പോയിക്കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ കൗതുകവും കൂടുതലറിയാൻ താൽപ്പര്യവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാസ്ത്രവാദിയാണ്. ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹതയുള്ള ആളാണ്.